അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ജീവിതത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞതായ ജീവിതം നയിക്കുന്ന ഒരു യുവ സഹോദരനെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാനാണ് അരോമ ടി വി ഇന്ന് ആയിരിക്കുന്നത്. ജീവിതത്തിലെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുവാനുള്ളതായ തത്രപ്പാടിന്റെ നടുവിൽ ജീവിതത്തിൽ തൻ്റെ കാലുകൾ നഷ്ടപ്പെടുവാൻ തക്കവണ്ണയായി തീർന്നു. ആ പ്രിയ സഹോദരന്റെ ഒരു ജീവിതാനുഭവം നിങ്ങൾ കേൾക്കാം. അദ്ദേഹത്തെ നമുക്ക് അരോമ ടി വിയിലെ ശ്രോതാക്കളുടെ മുൻപാകെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ജിജോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്നാണ്. ഓക്കെ. ജിജോയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് പപ്പ, അമ്മ, അനിയൻ, അനിയത്തി. ഓക്കെ. വീട്ടുകാരെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ജിജോയുടെ സാക്ഷ്യം എന്താണ്? അരോമ ടി വിയിലെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്ത് ചെയ്യുന്നു? എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം. പറഞ്ഞാട്ടെ. എന്റെ പേര് ജിജോ എന്നാണ്. സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂര് പാടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടില് പപ്പ, അമ്മ, അനിയൻ, അനിയത്തി ഉണ്ട്. പപ്പ ശുശ്രൂഷകനാണ്. ഫോർ സ്ക്വയർ ഗോസ്ബൽ ചർച്ച് എന്ന് പറഞ്ഞ ചർച്ചിന്റെ ഒരു ബ്രാഞ്ച് അടൂരുണ്ട്. അടൂരിലെ സഭയിലെ ശുശ്രൂഷകനാണ്. പിന്നെ അമ്മ നമ്മുടെ നാട്ടിലെ കൂലിവേലയ്ക്ക് തൊഴിലുറപ്പ് എന്ന തൊഴിലിന് പോകുന്നുണ്ട്. ഇപ്പോഴും പോയിരിക്കുകയാണ്. പിന്നെ അനിയൻ എറണാകുളത്ത് ചെറിയൊരു ജോലിയും പഠിത്തവും കൂടാണ്. പഠിക്കാൻ ചെറിയ ശമ്പളത്തോടു കൂടി ജോലിയും കൂടെയാണ്. പിന്നെ അനിയത്തി ഹൈദരാബാദ് എന്ന സ്ഥലത്ത് 2ാം വർഷ BSc നഴ്സ് വിദ്യാർത്ഥിനിയാണ്. ഞാന് ഒരു 10 വർഷം മുമ്പ് എറണാകുളം എന്ന സ്ഥലത്ത് ഇന്റർവ്യൂ സംബന്ധിച്ച് ഒരു വേക്കൻസിക്ക് വേണ്ടി പോയതാണ്. ജോബ് വേക്കൻസിക്ക് വേണ്ടി പോയതാണ്. ആ പോയ സമയത്ത് ഇന്റർവ്യൂ പാസ്സായി തിരികെ വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു അപകടം നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ ട്രെയിൻ മൂവ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ചാടി കയറാൻ ശ്രമിച്ച കൂട്ടത്തില് ചവിട്ട് കിട്ടിയില്ല, പിടുത്തവും ശരിയായില്ല. 2 കാലും അതിന്റെ ഇടയിലോട്ട് പോയി, 2 കാലും കട്ടായി പോയി. അതിനുശേഷം ഇന്ന് വരെ തുടർന്നുള്ള ചികിത്സയൊക്കെ നല്ലവരായ ആളുകളുടെ സഹായം കൊണ്ടാണ് നടന്നു വന്നിരുന്നത്. നല്ല ദൈവമക്കളും അല്ലാതെ ഉള്ളവരൊക്കെ കൂട്ടുകാരും ഒക്കെ സഹായിച്ചു. അങ്ങനെ ചികിത്സകളൊക്കെ നടന്നു പോകുന്നു. മറ്റു കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോരുന്നു. ആദ്യത്തെ ഒരു വർഷമൊന്നും കുഴപ്പമില്ലാതെ പോരുന്നു. പിന്നീടുള്ള ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം ഇപ്പോഴും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം കുടുംബത്തിലെ പപ്പയുടെ അമ്മയുടെയും മൂത്ത മകനായതുകൊണ്ട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത് ആണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയി. അതിനുശേഷം എനിക്ക് മറ്റു വരുമാനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെയധികം പ്രയാസത്തിലും മാനസികമായ പ്രശ്നങ്ങളൊക്കെ എന്നെ നേരിടാൻ തുടങ്ങി. അങ്ങനെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു. മാനസികമായി നിയന്ത്രണം കൈവിട്ടു പോയി. മെന്റലി ഔട്ട് ഓഫ് റേഞ്ച് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ ഇത്രയും വർഷത്തിനിടയ്ക്ക് പലവിധമായ പ്രശ്നങ്ങളെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ്. അത് അറിയാവുന്നവർക്കറിയാം. എന്തും വേണ്ടി ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു കാര്യമാണ്. 2 കാലില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പലരും പല ജീവിതത്തിലും കൂടെ, പക്ഷെ എല്ലാവരുടെ ജീവിതം ഒരുപോലെ അല്ല. ചിലർക്ക് സാമ്പത്തികം ഉണ്ടായിരിക്കാം, ചിലരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കാം, മറ്റു പല ശക്തികളും അവരെ സഹായിക്കാൻ അവർക്ക് പിന്നിൽ ഉണ്ടായിരിക്കും. പക്ഷെ എന്റെ കാര്യം സംബന്ധിച്ച് എന്നെ സഹായിക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനിയത്തിയുടെ തുടർന്നുള്ള പഠിത്തം, അതുപോലെ വീട്ടിലെ മറ്റു ചെലവുകള്. പപ്പയ്ക്ക് ഇപ്പോ ജോലി ചെയ്യാനൊന്നും വയ്യ. പപ്പ ശുശ്രൂഷകനാണെങ്കിൽ പോലും
നാട്ടില് ജോലികൾക്കൊക്കെ പോവായിരുന്നു. ആകുന്ന സമയത്ത് പോവായിരുന്നു. എന്നാൽ ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. പിന്നെ എന്റെ കയ്യിൽ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒന്നും ഇല്ല ഇപ്പോൾ. ആകെയുള്ള ഒരു വരുമാനം വീടിനോട് ചേർന്ന് ഗവൺമെന്റ് തന്ന ഒരു ചെറിയ പെട്ടിക്കടയായിരുന്നു. അത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ബാധ്യത വന്നു കഴിഞ്ഞപ്പോൾ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. പിന്നീട് അത് തുറക്കാനായിട്ടുള്ള, അത് തുടർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഇടയിൽ എന്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യണം. അതിനൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകൾ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിങ്ങളോട് പറയാനാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ 3 മാസത്തിൽ കൂടുതലായി ഞാൻ ശാരീരികമായിട്ട് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു രോഗങ്ങളാൽ. ഇതിന്റെ രോഗങ്ങളല്ല, ഡോക്ടറെ കാണിച്ച് പറഞ്ഞത് 2-4 തരത്തിലുള്ള അസുഖങ്ങളുണ്ട് ജിജോയ്ക്ക്. അപ്പൊ ജിജോ ആരോഗ്യപരമായിട്ട് ഒരുപാട് വീക്കാണ്. പിന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്താലേ, അഡ്മിറ്റ് ആയി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്താലേ ജിജോ റിക്കവർ ആയി വരത്തുള്ളൂ. ശാരീരികമായിട്ട് ഞാൻ ഒരുപാട് ക്ഷീണിതനാണ്. എന്നെ കൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. എന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കുന്നത് എന്റെ അപ്പനും അമ്മയാണ്. എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവരാണ്. പക്ഷെ ഈ ഒരു 2-3 മാസത്തിന് മുമ്പ് വരെ എന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. പക്ഷെ എന്നാൽ ഈ അസുഖങ്ങൾ വന്ന് ബാധിച്ചതിന് ശേഷം കട്ടിൽ തന്നെ ഒരേ കിടപ്പ് ഇരിപ്പാണ്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പേപ്പർ കടലാസ് പോലും എടുത്ത് പൊക്കാനുള്ള ശേഷി എനിക്ക് ഇപ്പോഴില്ല. അപ്പോൾ തുടർന്നുള്ള ചികിത്സ ചെയ്യണമെങ്കിൽ ഒരുപാട് സാമ്പത്തികം ഒരുപാട് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള വഴികൾ ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചു. ഞങ്ങളുടെ പോകുന്ന ചർച്ചില് വിശ്വാസികൾ സഹായിച്ചു. വിശ്വാസികൾ എന്ന് പറയാൻ അധികം പേരില്ല, 2-3 വീട്ടുകാരേ ഉള്ളൂ. അവരാൽ കഴിയുന്ന രീതിയിൽ അവർ സഹായിക്കുന്നുണ്ട്. മറ്റ് ചർച്ചകളിൽ നിന്ന് അവർ സഹായിച്ചു. പക്ഷെ അങ്ങനെ കൂട്ടുകാര് പിന്നെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ നല്ല മനസ്സുള്ള ആളുകള്, ദൈവമക്കളൊക്കെ സഹായിച്ചു. അങ്ങനെ സഹായിച്ച് ആണ് ഈ 2-3 മാസക്കാലം ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ ട്രീറ്റ്മെന്റ് മുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗുളികകൾ, താൽക്കാലികമായിട്ടുള്ള വേദനയ്ക്കുള്ളത്, മറ്റ് പലവിധമായ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നില്ല. പിന്നെ പ്രാർത്ഥനയിൽ വിഷയങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയിൽ ഈ വിഷയങ്ങൾ ഞങ്ങൾ മറക്കാറില്ല. എന്നും ഈ വിഷയങ്ങൾ, ഞാൻ എപ്പോഴും സർവ്വസമയം ഈ വിഷയങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം വഴി തുറക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. സാമ്പത്തികം ഞങ്ങളെ ഒരു വില്ലനായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. കാരണം ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസ ചെലവാകും. പ്രത്യേകിച്ച് ഞാനൊരു ഭിന്നശേഷിക്കാരൻ, വികലാംഗനായതുകൊണ്ട് നമ്മൾ നല്ല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാൽ മാത്രമേ നമ്മളെ വേണ്ട രീതിയിൽ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. ശ്രദ്ധിച്ച് അവർ ട്രീറ്റ്മെന്റ് ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളെ അവർ നെവർ മൈൻഡായിട്ട് വിടും. ഒരുപാട് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നെ പോലുള്ള പലരും അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിന്റെ പോക്ക്. അത് ഭിന്നശേഷിക്കാരനെന്നോ വയ്യാത്തവനെന്നോ ഒന്നുമില്ല. ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു ലോകത്തിന്റെ പോക്കാണ് ഇപ്പോൾ. അത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. എന്തിനേറെ പറയാം, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരനാണ്, വയ്യാത്ത ആളാണെന്നുള്ള ഒരു പരിഗണന പോലും എനിക്ക് കിട്ടാറില്ല. എനിക്ക് മാത്രമല്ല, എന്നെ പോലുള്ള അനേകർക്ക് കിട്ടാറില്ല. അപ്പോ നമ്മളെ കൂടെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ 2-3 പേര് വേണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധമായ ഹെൽപ്പോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് നല്ല ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ അവര് വേണ്ടുന്ന രീതിയിൽ, നല്ല രീതിക്ക് തന്നെ അവർ ട്രീറ്റ്മെന്റ് ചെയ്യും, അവർ കെയർ ചെയ്യും, നമുക്ക് മുൻഗണന തരും, നമുക്ക് പരിഗണന തരും. അങ്ങനെ ഈ ഒരു 3 മാസത്തിന് മുകളിലായിട്ട് ഞാനിപ്പോൾ വളരെയധികം ഒരു 2-4 രോഗങ്ങളാൽ ഞാൻ ഭാരപ്പെടുന്നു. ഒന്ന് വയറുവേദനയാണ്, ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ ഷുഗറിന്റെ ഇതുണ്ട്, ഷുഗറിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് അങ്ങനെയുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ അടിവയറിന് താഴെ നാഭി ഭാഗത്ത് ശരീരം മൊത്തത്തിൽ വേദനയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ വയറിനാണ് വേദന. അപ്പോൾ ഡോക്ടർ പറയുന്നത് കൂടിയ സ്കാനിങ്ങുകൾ, കൂടിയ ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് തുക ആവശ്യമായിട്ട് വരും, പണം ആവശ്യമായിട്ട് വരുന്നുണ്ട്.
പിന്നെ അതൊക്കെ ഇപ്പം ട്രീറ്റ്മെന്റ് എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പലവിധമായ ലോണുകൾ വരെ എടുത്തു. ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്ത കാരണം ലോണുകൾ വരെ എടുത്ത് ഞങ്ങൾ പിന്നെ ചികിത്സ നടത്തി. ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെന്റ് മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. തുടർന്നുള്ള ചികിത്സ എനിക്ക് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം ഞാൻ ഈ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഇരിക്കാനോ കിടക്കാനോ ഒന്ന് നിവർന്നിരിക്കാനോ ഒന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതേ ഒരു രീതിയിൽ ഇരിക്കുന്നത്. പക്ഷെ ഈ വീഡിയോ ഇതിന് ശേഷം ഞാൻ ഇവിടെ കിടന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. കുറെ പപ്പയും അമ്മയൊക്കെ ഓടി വരും. ഓടി വന്ന് അടുത്തിരുന്ന് നീ കരയാതെ വിഷമിക്കാതെ ദൈവം എന്തേലും വഴി നമുക്ക് വേണ്ടി തുറക്കും, നീ സമാധാനിക്ക്, വേദന വന്നോ അല്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോവാം, അങ്ങനെയൊക്കെ അവർ വന്ന് ആശ്വസിപ്പിക്കും. അവർക്കും വിഷമമാണ് എൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ. അതുപോലെ തീരെ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. ഈ വേദന സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ ദൈവം നടത്തുന്നു, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എന്നെ കൈവിട്ടിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ദൈവം നിങ്ങളിൽ കൂടെയൊക്കെ എന്നോട് പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പൊ ദൈവമക്കളെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹൃദയം തുറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ മനസ്സറിഞ്ഞ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, ജിജോയോട് ഞാൻ ചോദിക്കട്ടെ, ജിജോയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 33. ഓക്കെ, എന്തോവരെ പഠിച്ചതാണ്? ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു. തുടർന്ന് ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ പഠിച്ചതാണ്. അതിന്റെ ജോലി കുറച്ചുനാള് എറണാകുളത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്സിഡന്റ് പറ്റുന്നത്. വേറൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി പോയപ്പോൾ ആണ് ഈ ആക്സിഡന്റ് പറ്റുന്നത്. ഓക്കെ, എങ്ങനെയായിരുന്നു ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് ഒന്ന് വിശദമാക്കാമോ? ട്രെയിന് പിടിക്കുവാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്ന വഴിക്ക് ട്രെയിന് മൂവ് ചെയ്തു, അതില് കയറാൻ ശ്രമിച്ചപ്പോൾ വഴുതി വീഴുകയായിരുന്നല്ലേ? അതെ അതെ. അപ്പൊ ആ ഒരു സിറ്റുവേഷന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇല്ല, അന്നേരം ഒന്നും ഓർമ്മയില്ല. ചാടി കയറുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നീടൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഞാൻ ഐസിയുലായിരുന്നു. ഐസിയുല് 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണു തുറന്നത്. പിന്നീട് കുറെ നാൾ കഴിഞ്ഞാണ് എനിക്ക് നല്ല രീതിയിൽ ബോധമൊക്കെ വന്നു തുടങ്ങിയത്. കുറെ നാളുകൾ ഞാനൊരു കോമ സ്റ്റേജ് പോലെ ആയിരുന്നു. അപ്പൊ പിന്നീട് സംഭവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കയറുന്ന ഭാഗം വരെ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എന്താണ് അവിടെ നടന്നതെന്നൊന്നും ഓർമ്മയില്ല. ഓക്കെ, രണ്ട് കാലുകളും പിന്നെ മുറിഞ്ഞു പോയോ? അതെ, രണ്ട് കാലും മുറിഞ്ഞു. ഒന്ന് കാണിക്കാമോ? തീർച്ചയായും. രണ്ട് കാലിന്റെയും മുട്ടിന് താഴെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. ഓക്കെ, ഇപ്പോഴപ്പം പിന്നെ വീൽ ചെയറിലാണ് മുറിക്കകത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. വീൽ ചെയറിലാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീൽ ചെയറിലാണ്. ഓ, വീൽ ചെയർ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്തതാണോ അതോ വാങ്ങിച്ചതാണോ? അതെ, ഡൊണേറ്റ് ചെയ്തതാണ്. ഒരു ഗ്രൂപ്പുകാര് ഡൊണേറ്റ് ചെയ്തതാണ്. ആരെങ്കിലും ഒക്കെ ഈ വിഷയങ്ങളുള്ള ബന്ധത്തില് സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുണ്ടോ? സഹായങ്ങള് ആദ്യത്തെ സമയത്തൊക്കെ കിട്ടിയിരുന്നു. ആദ്യത്തെ ഒരു ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ഒരു 1-2 വർഷത്തോളമൊക്കെ സഹായിച്ചിരുന്നു. പിന്നീട് ആരും അങ്ങനെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഇപ്പൊ 2-3 മാസമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ട്രീറ്റ്മെന്റ് ആണ്, അസുഖമാണ്, രോഗവേദനയാണ്. അപ്പം അസുഖം എന്താണെന്ന് ശരിക്കും കണ്ടെത്തിയിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലര് സഹായിച്ചിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഒരു സഹായിക്കുന്നവരും പാവപ്പെട്ടവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മുറിഞ്ഞു പോയ ഭാഗത്ത് വെപ്പുകാല് വെക്കാനുള്ള സൗകര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലയോ? വെപ്പുകാല് വെക്കാനുള്ള സൗകര്യം ചെയ്യാൻ പറ്റും. പക്ഷെ അത് എനിക്കിപ്പോൾ 2 കാല് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വലിയ പ്രയോജനം ഇല്ല. അതുകൊണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൊട്ടി മുറിയുക, ചോര വരിക, പിന്നെ മുറിഞ്ഞ് ആ മുറിവ് ഉണങ്ങുന്നിടം വരെ നമ്മൾ റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെക്കണം. വീണ്ടും വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെ അവസ്ഥ. ഇങ്ങനെ പൊട്ടി മുറിവ് ചോര വരിക, മൊത്തം ബ്ലഡ് ആവും. പിന്നെ അതിവേദനയായിരിക്കും. പിന്നീട് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പക്ഷെ അതെന്താ, ആ കാല് വെപ്പുകാലിന്റെ പരിമിതിയാണോ അതോ? അതെ, അത് കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത കാലാണ്. ഓ, അതിന് വെയിറ്റ് കൂടുതലാണോ?
വെയിറ്റ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പക്ഷെ എങ്കിലും അതിന്റെ പണിത്തരം അത്രയൊക്കെ ഉള്ളൂ. കാരണം ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ. ക്വാളിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന മുറിവുകളാണ്. അതെ അതെ. അത് ശരി. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോ നല്ല കാലുകളൊക്കെ ഉണ്ട്. ആ പലരും എന്നോട് പറഞ്ഞാ, നീ ഇങ്ങനെ ജിജോ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പൊ ആ കാലിനെ കുറിച്ച് അറിയാൻ പറ്റും. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ശരിയാണ്, എല്ലാരും പറയുന്നത് ശരിയാണ്. ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ആ കാലുകൾ വെച്ചുകൊണ്ട് മരത്തെ കയറുന്നു, ഉം. സ്റ്റെപ്പ് കയറുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാലാണ്. ഒരുപാട് രൂപയാവുന്ന കാലുകളാണ്. അപ്പൊ അത് അതില് ശരി. ഏറ്റവും കുറഞ്ഞത് സ്റ്റാർട്ടിങ് വരുന്ന ഒരു കാലിന് 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ എങ്ങാണ്ടാണ് അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു കാലിന്. അത് ശരി. ഏറ്റവും കുറഞ്ഞത് പിന്നെ 2 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ട്. ആ ഹാ ഹാ. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇതുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ, ബാത്റൂമിൽ പോവാ, അങ്ങനെയൊക്കെയുള്ള കാര്യം അത് മാത്രമേ പറ്റൂ. അല്ലാതെ അതുകൊണ്ട് വലിയ ഗുണമില്ല. ആ പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടാണ്. മുറിയും പൊട്ടി, അത് സ്കിന്നെല്ലാം പൊട്ടി ആ ബ്ലഡ് വരും. പിന്നെ അതിവേദനയായിരിക്കും. പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. ഈ മുറിവ് ഉണക്കുന്ന ഒരു പൗഡർ ഉണ്ട്. ആ പൗഡർ ഇട്ട് അത് ഉണങ്ങുന്നതിനും വരെ റെസ്റ്റ് എടുക്കണം. പിന്നെ വേദനയായിരിക്കും. ആ ഹാ. പിന്നെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പറ്റും. അത് ശരി. അമ്മ കൂലിപ്പണിക്ക് തൊഴിലുറപ്പിനൊക്കെ പോകുന്നു, അതുകൊണ്ടാണ് ജീവിതം നയിക്കുന്നത്. അതെ അതെ. ഓക്കെ. അനിയന് ചെറിയൊരു ഏഹ്, ജോലിയും അതുപോലെ പഠനത്തോടുള്ള ബന്ധത്തിൽ അനിയനായിരിക്കുന്നു. അതെ അതെ. പെങ്ങള് BSc നഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചോണ്ടിരിക്കും. ഹൈദരാബാദില്. അങ്ങനെ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 വർഷം. ഉം. അനിയത്തിക്ക് എങ്ങനെയാ ഫീസ് കാര്യങ്ങളൊക്കെ? അത് പിന്നെ ലോണാണ്, വിദ്യാഭ്യാസ ലോണാണ്. അത് ശരി. വിദ്യാഭ്യാസ ലോൺ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. നിങ്ങളുടെ താമസിക്കുന്ന വീട് എങ്ങനെയാ? നിങ്ങൾ വെച്ചതാണോ അതോ സർക്കാരിന്റെ വകയായിട്ട് അല്ല, വല്ലോ? സർക്കാർ തന്നതാണ്. ആഹാ. സർക്കാർ വെച്ച് തന്ന വീടാണ്, അതെ വീടും അതെ. വസ്തുവും ഒക്കെ. ഓക്കെ. പിതാവ് നേരത്തെ കൂലിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോ സുവിശേഷ വേലയുള്ള ബന്ധത്തിലും ഒക്കെ ആയിരിക്കുന്നു. പ്രായമായതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ വയ്യ. വയ്യാതായിരിക്കും. ഉം. ഈ ഷുഗറിന്റെ പ്രയാസം ഉള്ളത് കൊണ്ട് കാല് മുറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കുമല്ലോ, അല്ലയോ? ഷുഗറിന്റെ, അതെ അതെ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉം, ഉം, ഉം. മരുന്നുകൾക്കും ഓരോ മരുന്നുകൾക്ക് തന്നെ ഒരു ചികിത്സയ്ക്കൊക്കെ നല്ല മാസത്തോളം, ചെലവുകൾ വരുന്നുണ്ട്. മരുന്നുകൾക്ക് തന്നെ ഒരു മാസം നല്ലൊരു തുക വരുന്നുണ്ട്. ഉം, പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പെൻഷൻ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അത് ഉം. ഒരു മാസം 1600 രൂപയുള്ളൂ. ആ. അത് ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് പോലും വാങ്ങിക്കാൻ തികയത്തില്ല. ഉം. ഓക്കെ. വളരെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് ആ. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ. പക്ഷെ എന്നാലും നമ്മൾ കുടുംബപരമായിട്ട് നോക്കുമ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയും എല്ലാ ഉം. രീതിയിലും പ്രയാസങ്ങളാണ്. ശരി. ഏക ആശ്വാസം ദൈവം ഉണ്ട് എന്നുള്ള ഒരു സമാധാനം, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഉം. ഒരു സന്തോഷം, ആശ്വാസമാണ്. ഓക്കെ. ഓക്കെ. ആകട്ടെ. ജിജോയ്ക്ക് അരോമ ടിവിയിലെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നിങ്ങളെപ്പോലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെപ്പോലെ അനേകം പേര് ഇങ്ങനെ കാണും. നമ്മൾ അറിയാത്ത ഇടങ്ങളില്, സ്ഥലങ്ങളില്, ഒരു മുറിക്കുള്ളില് അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അനേകം പേരുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റ് ഓടുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അതിനിടയ്ക്ക് നമുക്കിതൊന്നും അന്വേഷിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അവർക്കൊക്കെ വേണ്ടി കുറച്ചു നേരത്തേക്ക് ഒന്ന് പ്രാർത്ഥനയിൽ എന്നുള്ള ആ ഒരു ഇതിൽ മാറ്റി വെക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട്, ഞാൻ നേരത്തെ ജന്മനാ ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെ നടന്നിരുന്ന ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഞാനും രാവിലെ എഴുന്നേൽക്കുക, എന്താ പറയണ്ടേ, നിങ്ങളെ പോലെ തന്നെ നമ്മൾ ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോവുക,
അപ്പൊ നമ്മൾ ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ചിലത് നമുക്ക് ചിലത് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലത് കണ്ടാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എന്നാലും എന്നിരുന്നാൽ പോലും എന്നെ പോലെ അനേകം പേരുണ്ട്. ചില കിടപ്പിലായവരുണ്ട്, അനങ്ങാൻ പറ്റാത്തവരുണ്ട്, അങ്ങനെ കൈകാലുകൾ നഷ്ടമായിട്ടുള്ളവരുണ്ട്, പല വിധത്തില് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതുപോലെ എന്നെ പോലുള്ളവരുടെയൊക്കെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഴിവിന്റെ പരമാവധി അവർക്ക് വേണ്ടി സഹായിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, ഓക്കെ. തീർച്ചയായിട്ടും ജിജോയുടെ ഈ വിഷയങ്ങളെ ആ, ശ്രോതാക്കള് പരിഗണിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം ജിജോയെ അനുഗ്രഹിക്കട്ടെ. ജിജോയുടെ വീടിന്റെ പരിസരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിർമ്മിച്ചു കൊടുത്തതായ ഒരു വീട് അവർക്കുണ്ട്. ഈ വീട്ടിലാണ് ജിജോ താമസിക്കുന്നത്. ജിജോയുടെ മാതാപിതാക്കളും ഇളയ സഹോദരനും സഹോദരിയും അടങ്ങുന്നതാണ് ഈ ചെറിയ കുടുംബം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട മൂത്ത മകനാണ് ജിജോ. ജിജോയുടെ ജീവിതത്തിൽ നേരിട്ടതായ ആ ഒരു അപകടത്തെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് ഈ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ യുവാവിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടി അരോമ ടിവിയിലെ പ്രേക്ഷകർ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നിസ്വാർത്ഥമായ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും ഈ കുടുംബത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി, നിങ്ങളുടെ സ്നേഹിതർക്ക് കൂടി പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യട്ടെ. ഈ പ്രിയ യുവാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഇദ്ദേഹത്തിൻ്റെ ജിജോയുടെ നമ്പർ നമ്മൾ ഇതിൻ്റെ വീഡിയോയുടെ ഒടുവിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് ഈ സഹോദരനെ വിളിക്കുകയും കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യാവുന്നതാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.